പ്രതിക്കൂട്ടിലായ ഒരു ഡോക്ടർ ദിവസവും മദ്യപിച്ചിട്ട് വീട്ടിലെത്തി അമ്മയെ മർദ്ദിക്കുന്ന അച്ഛനെ വഹിച്ച മകൻ്റെ കഥ വിവരിച്ചിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുമ്പോൾ അതുപോലൊരു പിതൃഹത്യയുടെ അന്വേഷണത്തിൽ പങ്കെടുത്ത കഥയാണിത്. സത്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞെങ്കിലും അത് കാരണം ഒരു ഡോക്ടർ പ്രതിക്കൂട്ടിലായത് വളരെ നാൾ എന്നെ ദുഃഖത്തിലാഴ്ത്തിയിരുന്നു. തിരുവനന്തപുരം താലൂക്കിൻ്റെ തെക്കേ അറ്റത്ത് സഹ്യപർവ്വത നിരകളുടെ താഴ്വാരത്തായുള്ള ഒരു ഗ്രാമം. ഇവിടുത്തെ താമസക്കാരിൽ അധികവും മധ്യ തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറിയവരാണ്. മണ്ണിനോട് പടവെട്ടി റബ്ബറും കുരുമുളകും ഒക്കെ കൃഷി ചെയ്ത് ജീവിതം പടുത്തുയർത്തിയ അവരിൽ പലരും ധനികരായി. എന്നാൽ അവറാച്ചൻ മാത്രം ഒന്നും നേടിയില്ല. ഭാര്യയും 4 മക്കളുമായി അയാൾ ബുദ്ധിമുട്ടിയാണ് ജീവിച്ചത്. അക്കാലത്ത് റബ്ബറിൻ്റെ വിലയിടിവ് അവറാന് സാമ്പത്തികമായി വളരെയധികം പ്രയാസങ്ങളുണ്ടാക്കി. ദുഃഖങ്ങൾ മറക്കാൻ അയാൾ മദ്യപാനം തുടങ്ങി. റബ്ബറിൻ്റെ വിലയിടിവ്. വൈകുന്നേരം മദ്യപിച്ചു വന്ന് ഭാര്യയെയും മക്കളെയും മർദ്ദിക്കുന്നതും പതിവായി. 19 വയസ്സുള്ള മൂത്ത മകൻ ബേബി 10ാം സ്റ്റാൻഡേർഡ് പാസ്സായി. കോളേജിൽ ചേരണമെന്ന അവൻ്റെ ആഗ്രഹം പണമില്ലാത്തതുകൊണ്ട് മാത്രം സാധിച്ചില്ല. അപ്പൻ്റെ മദ്യപാനവും കുടുംബത്തിൻ്റെ കലഹങ്ങളും അവനെ വളരെയധികം ദുഃഖിപ്പിച്ചു. അവൻ അമ്മയോടായിരുന്നു കൂടുതൽ അടുപ്പവും സ്നേഹവും. അപ്പൻ അമ്മയെ തല്ലുന്നത് അവന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. പലപ്പോഴും അവൻ അപ്പനെ പിടിച്ചു മാറ്റിയിട്ടുണ്ട്. അതിന് അവൻ അപ്പൻ്റെ തല്ല് കൊണ്ടിട്ടുമുണ്ട്. ഒരു ദിവസം വൈകുന്നേരം അവറാൻ്റെ വീട്ടിൽ നിന്ന് ഭാര്യയുടെയും കുട്ടികളുടെ ഉച്ചത്തിലുള്ള നിലവിളി അയൽക്കാർ കേട്ടു. സ്ഥിരം സംഭവമായതിനാൽ അവർ അത് കാര്യമായിട്ട് എടുത്തതേയില്ല. ഓടിവായോ എന്ന നിലവിളി വീണ്ടും കേട്ടപ്പോൾ അയൽപ്പക്കത്തെ ചാക്കോയും തോമസും അവറാൻ്റെ വീട്ടിലേക്ക് എത്തി. അവിടെ ഒരു കട്ടിലിൽ ബോധമില്ലാതെ കിടക്കുന്ന അവറാനെയാണ് അവർ കണ്ടത്. വളരെയധികം മദ്യപിച്ചെത്തി അവറാൻ വീടിനടുത്തുള്ള ഒരു പാറയിൽ തലയിടിച്ചു വീണതാണെന്നും തലമുറിഞ്ഞ് ധാരാളം ചോര വാർന്നു പോയെന്നും അയാളുടെ ഭാര്യ അവരോട് പറഞ്ഞു. അവറാനെ വിളിച്ചിട്ട് കണ്ണ് തുറക്കുന്നുമില്ല. അവറാനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം, ചാക്കോ ബേബിയോട് പറഞ്ഞു. അവിടെ നിന്ന് 2 കിലോമീറ്ററോളം പോയാൽ മാത്രമേ ഓട്ടോറിക്ഷയോ ടാക്സിയോ ലഭിക്കുകയുള്ളൂ. തോമസ് അവറാൻ്റെ മൂക്കിനടുത്ത് വിരൽ വെച്ച് നോക്കിയപ്പോഴേക്കും ശ്വാസമുണ്ടെന്ന് തോന്നിയില്ല. 3-4 വീടിനപ്പുറത്ത് താമസിക്കുന്ന തങ്കമ്മച്ചേട്ടത്തിയുടെ മകൾ നഴ്സിംഗിന് പഠിക്കുന്ന സെലിൻ അവധിക്ക് വന്നിട്ടുണ്ടെന്ന് അവളെ വിളിച്ച് പരിശോധിപ്പിക്കാമെന്നും ചാക്കോ പറഞ്ഞു. സെലിൻ വന്ന് അവറാനെ പരിശോധിച്ചിട്ട് അവറാൻ മരിച്ചു എന്ന് പറഞ്ഞു. അയൽപ്പക്കാരുടെ ഇടയിൽ മരണം പോലീസിനെ അറിയിക്കണമെന്നും വേണ്ടെന്നും 2 അഭിപ്രായം ഉയർന്നു. എന്തായാലും അപകട മരണമായതിനാൽ അറിയിക്കണമെന്ന് തീരുമാനിച്ചു. സ്ഥലം പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിളും സംഘവും എത്തി ഇൻക്വസ്റ്റ് നടത്തി. നിയമപ്രകാരം ശവശരീരം ജീർണിച്ചതാണെങ്കിലോ ആശുപത്രിയിലേക്ക് നീക്കം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ മാത്രമേ സ്ഥലത്ത് വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഡോക്ടറോട് ആവശ്യപ്പെടാവൂ. എന്നാൽ അവറാൻ്റെ മൃതദേഹം അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ സ്ഥലത്ത് വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നിർബന്ധിതനായി. അതിനുവേണ്ടി വീടിന് പുറകിലൊരു മറ കെട്ടിയിരുന്നു. ഡോക്ടറും സഹായിയും മറയ്ക്കകത്ത് കയറി പോസ്റ്റ്മോർട്ടം ആരംഭിച്ചു. പുളിയും ചുറ്റുകയും ഉപയോഗിച്ചു. തലയോട് പൊട്ടിക്കുന്ന ശബ്ദമൊക്കെ വെളിയിൽ നിൽക്കുന്നവർക്ക് കേൾക്കാമായിരുന്നു. പോസ്റ്റ്മോർട്ടം വേഗം കഴിഞ്ഞു. മൃതദേഹം അടുത്തുള്ള പള്ളിയിൽ സംസ്കരിച്ചു. ഒരു കുടിയേറ്റ ഗ്രാമത്തിലെ എല്ലാവരും സംസ്കാരത്തിൽ പങ്കെടുത്തു. മദ്യപാനിയായിരുന്നെങ്കിലും അവറാച്ചനെ നാട്ടുകാർക്ക് ഇഷ്ടമായിരുന്നു. അവറാൻ്റെ ശവമടക്കലിൻ്റെ 2ാം ദിവസം ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി വേലായുധൻ നായർക്ക് ഒരു ഊമക്കത്ത് ലഭിച്ചു. പാറക്കെട്ടിൽ വീണല്ല അവറാൻ മരിച്ചതെന്നും മകൻ ബേബി അയാളെ ഉലക്കം കൊണ്ടിടിച്ച് കൊലപ്പെടുത്തിയെന്നുമായിരുന്നു കത്തിലെ വിവരം. വേലായുധൻ നായർ ഉടനെ തന്നെ വിശ്വസ്തരായ 2 കോൺസ്റ്റബിൾമാരെ അയച്ചു രഹസ്യാന്വേഷണം നടത്തിയപ്പോൾ അവറാൻ്റെ മദ്യപാനവും അയാൾ വീട്ടിൽക്കാരെ പീഡിപ്പിക്കുന്നതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. വേലായുധൻ നായർ അവറാൻ്റെ മകൻ ബേബിയെ ക്രൈം ഡിറ്റാച്ച്മെന്റ് ഓഫീസിലേക്ക് വിളിപ്പിച്ചു. ഓരോ ഡിസ്ട്രിക്റ്റിലും സംശയാസ്പദമായ മരണങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന പ്രത്യേക വിഭാഗമാണ് ക്രൈം ഡിറ്റാച്ച്മെന്റ് യൂണിറ്റ്. ഒരു ഡിവൈഎസ്പിക്കാണ് ഈ യൂണിറ്റിന്റെ ചുമതല. വേലായുധൻ നായർക്ക് ബേബി അധിക നേരം ചോദ്യം ചെയ്യേണ്ടി വന്നില്ല. അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുറ്റം സമ്മതിച്ചു. അമ്മയെ എന്നും നിഷ്കരണം മദ്യക്കുന്നത് കണ്ട് സഹിക്കവയ്യാതെ അപ്പനെ കൊന്നതാണെന്ന് അവൻ ഏറ്റു പറഞ്ഞു. പതിവ് പോലെ അപ്പൻ കണ്ടമാനം മദ്യപിച്ചു വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കാൻ തുടങ്ങി. പാകം ചെയ്തു വെച്ചിരുന്ന ആഹാര സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു. അത് തടുക്കാൻ ചെന്ന അമ്മയെ കഠിനമായി മർദ്ദിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ബേബി അവിടേക്ക് ചെന്ന് അപ്പനെ തടഞ്ഞു. അവറാൻ്റെ മകനെയും പൊതിരി തല്ലി. ബേബി അടുക്കളയിലുണ്ടായിരുന്ന ഒരു ഉലക്കം കൊണ്ട് അപ്പൻ്റെ തലക്കടിച്ചു. നിലത്ത് വീണ അവറാൻ്റെ നെഞ്ചിലും വീണ്ടും 2-3 പ്രാവശ്യം ഇടിച്ചു. അപ്പൻ മരിച്ചുവെന്ന് ബോധ്യമായപ്പോൾ ബേബി പോലീസിന് കീഴടങ്ങാൻ ഒരുങ്ങി. ഏകമകൻ ജയിലിലാകുമെന്നും കുടുംബ അനാഥമാകുമെന്നും അമ്മ അവനോട് പറഞ്ഞു. അങ്ങനെയാണ് പാറയിൽ വീണതാണെന്ന കഥ മെനഞ്ഞെടുത്തത്. വേലായുധൻ നായർ മെഡിക്കൽ കോളേജിലെത്തി സംഭവത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞു. അസിസ്റ്റന്റ് സർജൻ തയ്യാറാക്കിയ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റും എന്നെ കാണിച്ചു. അതിൽ മരിച്ച ആളിൻ്റെ ശരീരത്തിൽ കുറേ ഉരവുകൾ മാത്രമാണ് കണ്ടപ്പെട്ടതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തലയിൽ പരിക്കുകൾ ഉണ്ടായിരുന്നതായി എഴുതിയിട്ടുമില്ല. ബേബിയുടെ കുറ്റസമ്മതം ശരിയാണെങ്കിൽ തലയിലും നെഞ്ചത്തും ഉലക്കയിടി കൊണ്ടുള്ള പരിക്കുകൾ ഉണ്ടായിരിക്കണം. ശവം അടക്കിയിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടിരുന്നു. ഓരോ ദിവസം കഴിയുന്നതോറും ശവം ചീഞ്ഞളിഞ്ഞ് തെളിവുകൾ നഷ്ടമാകും. ഉടൻ തന്നെ പ്രേതം കുഴിച്ചെടുത്ത് പരിശോധിക്കേണ്ടത് ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞു. ഡിവൈഎസ്പി വേലായുധൻ നായർ അടുത്ത ദിവസം തന്നെ എക്സ്ഹുമേഷന് വേണ്ടിയിട്ടുള്ള
ഒരുക്കങ്ങൾ ചെയ്തു. ഈ എക്സ്യൂമ എന്ന വാക്ക് ഭയങ്കര രസകരമായിട്ട് വരുന്നുണ്ട് കേട്ടോ പലപ്പോഴും. നെയ്യാറ്റിൻകര തഹസിൽദാർ ഇൻക്വസ്റ്റ് തയ്യാറാക്കി. പള്ളിയിലെ സെമിത്തേരിയിൽ അവറാൻ്റെ കുഴിമാടത്തിനരികിൽ പോസ്റ്റ്മോർട്ടം നടത്തുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. ആ ഗ്രാമത്തിലെ ഒട്ടുമിക്ക ആളുകളും പള്ളിയിലെത്തിയിരുന്നു. എൻ്റെ സഹായി മോർച്ചറി ക്ലീനർ ജോഷോ ശവപ്പെട്ടിയിൽ നിന്ന് ശവം പുറത്തെടുത്തു. വസ്ത്രങ്ങളൊക്കെ മാറ്റിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നേരത്തെ പോസ്റ്റ്മോർട്ടം നടത്തിയെന്ന് രേഖപ്പെടുത്തിയ ശവത്തിൻ്റെ അവയവങ്ങൾ ഒന്നും പരിശോധിച്ചിട്ടില്ല. അതിൻ്റെ യാതൊരു ലക്ഷണങ്ങളുമില്ല. തലയും ഉടലും കീറിയ ആന്തരിക അവയവങ്ങളൊന്നും പരിശോധിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് ഞാൻ ഒന്നുകൂടി വായിച്ചു നോക്കി. പാറക്കെട്ടിൽ വീണാലുണ്ടാകുന്ന തരത്തിലുള്ള ഉരവുകളുടെ വിവരങ്ങൾ മാത്രമേ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരുന്നുള്ളൂ. ശവശരീരത്തിൻ്റെ ആ മുറിവുകളൊന്നും ഞാൻ കണ്ടതുമില്ല. അധികം ചെയ്യാത്ത ആ ശവശരീരം പരിശോധിച്ചപ്പോൾ എനിക്ക് യഥാർത്ഥ മരണകാരണം ബോധ്യമായി. ഉലക്കൊണ്ടുള്ള അടിയേറ്റ് അവറാൻ്റെ തലയോട് പൊട്ടിത്തകർന്നിരുന്നു. തലച്ചോറിനുള്ളിൽ ക്ഷതവും രക്തസ്രാവവും ഉണ്ടായിരുന്നു. നെഞ്ചിൽ അടികളേറ്റ് നിരവധി വാരയിലുകൾ ഒടിഞ്ഞിരുന്നു. ശ്വാസകോശങ്ങളും ക്ഷതമേറ്റിരുന്നു. ഡിവൈഎസ്പി വേലായുധൻ നായർ ആദ്യം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ശവശരീരം കീറി മുറിച്ചില്ല എന്ന് സമ്മതിച്ചു. സ്വയം പാറക്കെട്ടിൽ വീണ് മരിച്ചതാണെന്ന് പോലീസ് പറഞ്ഞു. മൃതദേഹം കീറി മുറിക്കണമെന്ന ബന്ധുക്കളുടെ അപേക്ഷ ഡോക്ടർ ചെവികൊണ്ടു. അല്ലാതെ കുറ്റകൃത്യം മൂടിവെക്കണമെന്ന് ഡോക്ടറിന് ഉദ്ദേശമില്ലായിരുന്നു. എന്നാൽ നിയമത്തിന് മുന്നിൽ ഡോക്ടർ കുറ്റക്കാരനായി. ഇന്ത്യൻ പീനൽ കോഡ് 801 വകുപ്പ് പ്രകാരം ഡിവൈഎസ്പിക്ക് ഡോക്ടർക്കെതിരെയും ചാർജ് ഷീറ്റ് നൽകേണ്ടി വന്നു. സാത്വികനായ ഡോക്ടർക്ക് പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ട ഇട വന്നില്ല. കേസിൽ പ്രതിയായ മാനസികാഘാതം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ തളർത്തി. കേസിൻ്റെ വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ജീവൻ്റെ തിരുനാളം അണഞ്ഞു. ഹൃദയാഘാതം ഉണ്ടായി. ഇതുപോലെ ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്താതെ മരണകാരണം രേഖപ്പെടുത്തി സർട്ടിഫിക്കറ്റുകൾ നൽകിയ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രേത വിചാരണ കഴിയുമ്പോൾ മരണകാരണത്തെപ്പറ്റി പോലീസ് ചില നിഗമനങ്ങളിൽ എത്തിയിട്ടുണ്ടാവും. പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തുവാനായി ഡോക്ടർ നൽകുന്ന അപേക്ഷയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ അവ രേഖപ്പെടുത്തുകയും ചെയ്യും. ആ വിവരം ഡോക്ടറുടെ മനസ്സിനെ സ്വാധീനിക്കും. ചില ഡോക്ടർമാർ അപ്രകാരം ഒരു മുൻവിധിയോടുകൂടി മൃതദേഹ പരിശോധന നടത്തുകയും ഇൻക്വസ്റ്റിൽ ഉരുത്തിരിയുന്ന പ്രാഥമിക മരണകാരണത്തിനനുസരിച്ച് അഭിപ്രായം നൽകുകയും ചെയ്യാറുണ്ട്. ഇത്തരം പ്രവർത്തികൾ നിരപരാധികൾ കുറ്റാരോപിതരാകുവാനോ കുറ്റവാളികൾ രക്ഷപ്പെടാനോ കാരണമാകുന്നു. എല്ലാ ഡോക്ടർമാരും മൃതദേഹ പരിശോധന ഒരു സത്യാന്വേഷണമാണെന്ന് കരുതി അവധാനതയോടുകൂടി പ്രവർത്തിക്കേണ്ടതാണ്. 80കളിൽ രാജാക്കാട് പോലീസ് സ്റ്റേഷൻ കേടിയായിരുന്ന റിപ്പർ ചാക്കോ കോട്ടയം, ഇടുക്കി താലൂക്കുകളിൽ നിരവധി പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആ കഥകൾ പിന്നീട് വിവരിക്കാം. വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ ചാക്കോ പിടിയിലായി. ഭേദ്യമുറകളൊന്നും കൂടാതെ തന്നെ ഒരു ദിവ്യ വെളിപാട് പോലെ അയാൾ താൻ ചെയ്ത എല്ലാ കൊലപാതകങ്ങളുടെയും സമഗ്രമായ വിവരണങ്ങൾ നൽകി. രേഖപ്പെടുത്തിയപ്പോൾ 50ഓളം പേജുകൾ ഉണ്ടായിരുന്നു. ആ കുറ്റസമ്മതത്തിലെ എല്ലാ കൃത്യങ്ങളും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നവയായിരുന്നെങ്കിലും അതിലൊന്ന് അതിക്രൂരവും പൈശാചികവുമായിരുന്നു. ജോണി ഇടുക്കിയിലെ ഒരു ലോറി ഡ്രൈവറായിരുന്നു. ഭാര്യയും ബാല്യം പിന്നിടാത്ത 3 പെൺകുട്ടികളും അടങ്ങിയതായിരുന്നു ജോണിയുടെ സന്തുഷ്ട കുടുംബം. ഒരു ദിവസം നേരം വെളുത്തപ്പോൾ നാട്ടുകാർ കണ്ടത് ജോണിയുടെ തീ കത്തി ചാമ്പലായ വീടും അതിനുള്ളിൽ കത്തിക്കരിഞ്ഞ 5 മൃതദേഹങ്ങളുമായിരുന്നു. ജോണിയും കുടുംബവും ആത്മഹത്യ ചെയ്തതാകാമെന്നായിരുന്നു പോലീസിന്റെ നിഗമനം. പ്രേത വിചാരണയ്ക്ക് ശേഷം സർക്കാർ ഡോക്ടർ സ്ഥലത്ത് വന്ന് 5 മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം ചെയ്തു. തീപ്പൊള്ളലാണ് മരണകാരണമെന്ന് സർട്ടിഫിക്കറ്റ് നൽകി. പോലീസിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ അന്വേഷണമൊന്നും ഉണ്ടായില്ല. ജോണിയുടെ ലോറി ആയിടയ്ക്ക് വിറ്റിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം കുടുംബം ഒന്നാകെ ആത്മഹത്യ ചെയ്തതാണെന്ന് അന്തിമ റിപ്പോർട്ട് എഴുതി പോലീസ് കേസ് അവസാനിപ്പിച്ചു. വർഷങ്ങൾക്ക് ശേഷം ചാക്കോയുടെ കുറ്റസമ്മതത്തിൽ നിന്ന് അതൊരു ക്രൂരമായ കൂട്ടക്കൊലപാതകമാണെന്ന് മനസ്സിലായത്. ജോണി ഒരു പുതിയ ലോറി വാങ്ങാനുള്ള പഴയ ലോറി വിറ്റുകിട്ടിയ തുക ജോണി സ്വന്തം വീട്ടിൽ ഒരു മേശവലിപ്പിലാണ് സൂക്ഷിച്ചിരുന്നത്. ഈ പണം കൈക്കലാക്കുകയായിരുന്നു ചാക്കോയുടെ ലക്ഷ്യം. ഒരു ദിവസം രാത്രി ജോണിയുടെ വീട്ടിൽ അടുക്കളയുടെ മൺഭിത്തി തുറന്ന് ചാക്കോ ഉള്ളിൽ കടന്നു. അയാളുടെ കയ്യിൽ കനത്തിലുള്ള ഒരു ഇരുമ്പ് കമ്പിയും ഉണ്ടായിരുന്നു. ജോണിയും ഭാര്യയും ഇളമകളും ഒരു മുറിയിൽ, മറ്റു 2 കുട്ടികൾ വേറൊരു മുറിയിലുമാണ് കിടന്നുറങ്ങിയിരുന്നത്. ഇരുമ്പ് കമ്പി കൊണ്ട് എല്ലാവരുടെയും തലയ്ക്ക് ശക്തിയോടെ അടിച്ചു. ആരിൽ നിന്നും ഒരു ഞരക്കം പോലും ഉണർന്നില്ല. എല്ലാവരും തൽക്ഷണം മരിക്കുകയോ ബോധം കെടുകയോ ചെയ്തിരിക്കണം. മേശയിൽ നിന്ന് പണം കൈക്കലാക്കിയ ശേഷം ചാക്കോ എല്ലാ ശരീരങ്ങളും ഒരു മുറിയിൽ ഒന്നിച്ചു കൂട്ടിയിട്ടു. ശരീരങ്ങൾക്ക് മുകളിൽ വീട്ടിലുണ്ടായിരുന്ന സകല തുണികളും വാരിയിട്ടു. ജോണി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 1 ക്യാൻ ഡീസൽ മുഴുവൻ അതിനു മുകളിൽ തളിച്ച് തീ കൊളുത്തി. ചാക്കോ തിരികെ പോകുമ്പോൾ തലയ്ക്കടിക്കാൻ ഉപയോഗിച്ച് ഇരുമ്പ് കമ്പി കിണറ്റിലും ഉപേക്ഷിച്ചു. ചാക്കോ കുറ്റസമ്മതം നടത്തിയതിനു ശേഷം ജോണിയെയും കുടുംബാംഗങ്ങളെയും കൊലപ്പെടുത്തിയത് ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. അന്ന് ഞാൻ പോലീസിന്റെ മെഡിക്കൽ ലീഗൽ ഉപദേശകനായി ജോലി ചെയ്യുകയായിരുന്നു. അന്വേഷണത്തിന്റെ ആദ്യ നടപടിയായി ജോണിയുടെയും കുടുംബാംഗങ്ങളുടെയും മൃതദേഹങ്ങൾ കുഴിച്ചെടുത്തു.
കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ രാധാകൃഷ്ണൻ പരിശോധിച്ചു. അസ്ഥിമാത്ര ശേഷമായ ശവശരീരങ്ങളുടെ തലയോടുകളെല്ലാം പൊട്ടിത്തകർന്നിരുന്നു. ചാക്കോ കിണറ്റിലുപേക്ഷിച്ച് ഇരുമ്പ് കമ്പിയും കണ്ടെടുത്തു. ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ സർക്കാർ ഡോക്ടർ ശവശരീരങ്ങളുടെ പുറംപരിശോധന മാത്രമേ നടത്തിയിരുന്നുള്ളൂ എന്ന് കണ്ടെത്തി. ഉടലും തലയും മുറിച്ചു നോക്കിയില്ല. അന്ന് വിശദമായ പരിശോധന നടത്തിയിരുന്നെങ്കിൽ കൊലപാതകമാണെന്ന് മനസ്സിലാക്കാമായിരുന്നു. കൃത്യസ്ഥലം പോലീസ് വിശദമായി പരിശോധിച്ചിരുന്നെങ്കിൽ കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന പല തെളിവുകളും ലഭിക്കുമായിരുന്നു. ആത്മഹത്യയാണെന്ന മുൻവിധിയാണ് അന്വേഷണത്തെ പാടെ തെറ്റിച്ചത്. 16ഓളം കൊലപാതകങ്ങളോളം നിരവധി ഭവനഭേദനങ്ങളും നടത്തി. ഒരു കാലത്ത് കോട്ടയം, ഇടുക്കി ജില്ലകളിലെ ജനങ്ങളുടെ പേടിസ്വപ്നമായിരുന്ന ചാക്കോ വിചാരണ തടവുകാരനായി വിയൂർ ജയിലിൽ കഴിയുമ്പോൾ അയാളുടെ കാലിൽ ക്യാൻസർ ബാധിച്ചു. കഠിനമായ വേദന സഹിക്കാൻ കഴിയാതെ റിപ്പർ ചാക്കോ തൂങ്ങി മരിച്ചു. രാത്രിയിൽ വീടുകളുടെ ജനാല കമ്പി വളച്ചോ വാതിൽ പൊളിച്ചോ ഉള്ളിൽ കയറി ഉറങ്ങിക്കിടക്കുന്ന ആളുകളുടെ തലയ്ക്ക് ഇരുമ്പ് കൊണ്ട് അടിക്കുക എന്നതായിരുന്നു മിക്കവാറും എല്ലാ കൊലപാതകങ്ങളുടെയും ചാക്കോ അവലംബിച്ചിരുന്ന രീതി. അങ്ങനെയാണ് അയാൾക്ക് റിപ്പർ എന്ന പേര് കിട്ടിയത്. റിപ്പർ ചാക്കോയെക്കുറിച്ച് 39ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്.